അങ്ങനെ ഇന്ന് ഞാനും മോളും കൂടി ഒരു സിനിമക്ക് പോയാലോന്ന് തീരുമാനിച്ചു. പോണേന്റെ മുന്നേ ഓളെ വീട്ടിൽ കേറിയിട്ട് ഓളെ കാതിലൊരു കമ്മലിടാനുണ്ടായിരുന്നു. ഓളെ കുത്തിയ ഓട്ട അടയുണ്ടോന്നൊരു സംശയണ്ടേ. ഓള് കമ്മലിടണ നേരം നോക്കിക്കാണ്ട് മമ്മ ഞങ്ങൾക്ക് നല്ല മാംഗോ ജ്യൂസ് അടിച്ചു തന്നു. അതും കുടിച്ച് മാളിലെത്തിയപ്പോഴാണ് വല്യമ്മമാരും കുട്ടികളും ഉമ്മാരും വാപ്പാരും ഒക്കെ അവിടെ ഉണ്ട്. ഇവളെ ഈ നൃത്തം കണ്ടിട്ടാണ് ലെഫ്റ്റും റൈറ്റും ആ കാക്കാരങ്ങനെ നോക്കിക്കണേ. ഈ മാളും ലിഫ്റ്റ് ഓളതാണോന്ന് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. തിന്നാനും കുടിക്കാനും വയറിറക്കാനുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിയേറ്ററിൽ കയറി. ടിക്കറ്റ് വളരെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ സീറ്റ് വളരെയധികം അടുത്തടുത്തായിരുന്നു. ഞാൻ G11 ഇപ്പുറത്തും ഓൾ G6 അപ്പുറത്തും. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കാക്കാര് നല്ല ഒച്ചയും വിളി ആയതുകൊണ്ട് ഓക്ക് നല്ലോണം പടം കാണാൻ പറ്റിയെന്നാണ് ഓളെ അഭിപ്രായം. അങ്ങനെ പിന്നെ പടം കഴിഞ്ഞ് ഞങ്ങൾ ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് താത്താന്റെ കോള് വരുന്നത്. ഓരെല്ലാരും ബിസ്മിയിലുണ്ടോന്ന്, ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്നിട്ട് ചാവി എടുത്തിട്ട് വീട്ടിൽ പോകാമെന്നായിരുന്നു താത്താൻ്റെ അഭിപ്രായം. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇതാ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം കണ്ട് കണ്ണ് മഞ്ഞളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി. ഞങ്ങളുടെ കയ്യിൽ പൂത്ത കാശായതുകൊണ്ടും അവിടെ നല്ല ഓഫർ ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഒരുപാട് സാധനം വാങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ആകെ വാങ്ങിയത് 2 ബോഡി വാഷാണ്. അതിനുള്ള എമൗണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളായിരുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് ചായ ക്ലബ്ബ് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് 2 ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നായിരുന്നു അടുത്ത പ്ലാൻ. ഈ റോട്ടിലൂടെ പോകുമ്പോൾ നല്ല പേടിയുണ്ടെന്നുണ്ടെങ്കിലും സ്വലാത്തും യാസീൻ്റെ ബർക്കത്തോണ്ട് ഞങ്ങൾ നല്ല സേഫ് ആയിട്ട് തന്നെ വീട്ടിലെത്തിയാണ്.